നമുക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോഴും ഈ സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങളിൽ സൂചന നൽകിയിരിക്കുന്നത് ഈ പാർട്ട് ബി ആണ് പ്രധാനം. പാർട്ട് എയിൽ പ്രഖ്യാപനങ്ങളാണെങ്കിൽ പാർട്ട് ബിയിൽ നികുതി ഘടനയും ഒക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നികുതി ഘടനയിൽ വലിയ പരിഷ്കാരങ്ങൾക്കോ ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കോ സാധ്യതയുണ്ടോ? അപ്പോൾ ഈ പാർട്ട് ബിയിൽ അതിൽ എന്താണ് ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്? എന്തൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കണം നമ്മൾ? ശ്യാമിലി, ഈ ബജറ്റ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ബജറ്റായിരിക്കും എന്ന് നമ്മുടെ സംസ്ഥാനം ആ തരത്തിലാണ് അത് ഉദ്യോഗത്തോടെ കാണുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളം ഉൾപ്പെടെയുള്ള കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, അതോടൊപ്പം തന്നെ പുതുച്ചേരി, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിന് തൊട്ടു മുൻപായി നടക്കുന്ന ഒരു ബജറ്റ് അവതരണം എന്ന നിലയിൽ ഈ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള മെച്ചപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ കേരളത്തിനുമുള്ളത്. വൻപൻ പദ്ധതികൾ ഉണ്ടാവുന്നത് എന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളിൽ, അതായത് കേന്ദ്രം വിഭാവനം ചെയ്യുന്ന പദ്ധതികളുടെ വിഹിതങ്ങൾ കേരളത്തിന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഏതായാലും നമുക്കുണ്ട്, സംസ്ഥാനത്തിനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അനുബന്ധ വികസനവുമായി പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം വ്യവസായ ഇടനാഴി എന്ന നിലയ്ക്ക് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെയുള്ള പ്രദേശത്ത് നടക്കാൻ പോകുന്ന വ്യവസായ ടൗൺഷിപ്പ് എന്ന നിലയിൽ ഉണ്ടാവുന്ന വികസനത്തിന് എന്ത് തരത്തിലുള്ള സഹായമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതിൽ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, മാരിടൈം ക്ലസ്റ്റർ, അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്, സീ ഫുഡ് പാർക്ക്, ലോജിസ്റ്റിക് ആൻഡ് ഫിഷ് ലാൻഡിംഗ് സെന്റർ തുടങ്ങി എന്ത് തരം പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അത് കുറച്ചുകൂടെ രാഷ്ട്രീയപരമായി കൂടി ഉള്ളൊരു കാര്യമാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJPക്കാണ് അധികാരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെ കൂടുതൽ പദ്ധതികൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കോർപ്പറേഷൻ മേയർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് വരും എന്നുള്ള പ്രഖ്യാപനം അത് നടപ്പിലായി കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുകയും സമഗ്രമായ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും ആ ഘട്ടത്തിൽ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയതാണ്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള പദ്ധതികൾ വരും എന്നുള്ള വലിയ തരത്തിലുള്ള ആകാംക്ഷ ഏതായാലും ഉണ്ട്. അതോടൊപ്പം തന്നെ വന്ദേ ഭാരതിൽ ഒരു സ്ലീപ്പർ കോച്ച് എന്ന നിലയിൽ ട്രെയിൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലുള്ള പ്രതീക്ഷകൾ ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള ഒരു പ്രതീക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ടൂറിസം സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എയിംസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ തരത്തിലുള്ള വിവാദം പോലും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാ MP എന്ന നിലയ്ക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറയുന്നത് പോലെ അത് ഏത് ജില്ലയിൽ, ആലപ്പുഴ, തൃശ്ശൂർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. സംസ്ഥാന സർക്കാരാണെങ്കിൽ കോഴിക്കോട് അതിന് സ്ഥലമേറ്റെടുത്ത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതീക്ഷ കാലങ്ങളായി നമ്മൾ വെച്ചു പുലർത്തുന്നതാണ്. ഇത്തരത്തിലുള്ള പല പദ്ധതികളിലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ള തുടങ്ങി വമ്പൻ പദ്ധതികൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടൂറിസം സർക്യൂട്ട്, അതോടൊപ്പം തന്നെ പിൽഗ്രിം സർക്യൂട്ട്, പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള യുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നേരത്തെ ശ്യാമിലി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബജറ്റിനോടനുബന്ധിച്ച് നടത്തുന്ന ധനകാര്യ കമ്മീഷൻ ശുപാർശയിലാണ് യഥാർത്ഥത്തിൽ കേരളവും കേരളത്തിലെ സർക്കാരും കേന്ദ്ര ധനമന്ത്രിയും പ്രതീക്ഷ വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണം 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം 1.93% അതായത് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്കായി നൽകുന്ന നികുതി വിഹിതത്തിൽ കേരളത്തിൽ ലഭിക്കുന്നത് 1.93% നികുതിയുമായി ബന്ധപ്പെട്ട വരുമാനമായിരുന്നു. അത് ഉയർത്തും എന്നുള്ള, അല്ലെങ്കിൽ അത് ഉയർത്തണമെന്നുള്ള ആവശ്യം കേരളം പല ഘട്ടങ്ങളായി ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലൊരു അനുമതി ഉണ്ടാവുകയാണെങ്കിൽ, അത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാവുകയാണെങ്കിൽ 2.79% ആയി നികുതി വിഹിതം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. അങ്ങനെ അത് വരികയാണെങ്കിൽ വലിയ തോതിലുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാവുമെന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ളൊരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ്. പ്രത്യേകിച്ച് പുതുക്കിയ GST നിരക്കുകൾ വരികയും സംസ്ഥാനത്തിന്റെ GST നിരക്കുകളിൽ വലിയ തരത്തിലുള്ള കുറവുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഏതാണ്ട് 21,000 കോടി രൂപ വരുന്ന സാമ്പത്തിക പാക്കേജ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അങ്ങനെ
എല്ലാ പദ്ധതി വിഹിതങ്ങളും ചേർത്ത് ഏതാണ്ട് 50,000 കോടി രൂപ, അതായത് 50,000 കോടി രൂപ, 1,00,000 കോടി രൂപയുടെ നികുതിയും അതോടൊപ്പം തന്നെ പ്രത്യേക പാക്കേജും എല്ലാം ഉൾപ്പെടെ അത്രയും തുക ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷയോടെ കൂടെയാണ് യഥാർത്ഥത്തിൽ കേരളം ഇന്ന് കാത്തിരിക്കുന്നത്. അത്രയും തുക ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിലവിലുള്ള സംസ്ഥാനത്തിന്റെ വലിയ തരത്തിലുള്ള ധനപ്രതിസന്ധി മറികടക്കാൻ അത് സഹായകമാകും. അതുകൊണ്ടാണ് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ വരുന്നത്, അതായത് പ്രത്യക്ഷത്തിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നതിനപ്പുറത്തേക്ക് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരളത്തിന് കൂടുതൽ നികുതി വരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ സംസ്ഥാന സർക്കാരും സംസ്ഥാന ധനമന്ത്രിയും കാത്തിരിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ്. ആ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇത്തവണ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ഏതാണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതമായി ഏതാണ്ട് 63,000 കോടി രൂപ കേന്ദ്രത്തിന്റെ വിഹിതമായി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ബജറ്റ് അവതരണം നടന്നിരിക്കുന്നത്. അത്രയും കോടി രൂപ കേരളത്തിൽ ലഭിക്കുമോ എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യമാണ്.